വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന വിഷാദം അഥവാ ഡിപ്രഷൻ പഠനത്തിലുള്ള താല്പര്യക്കുറവായാണ് തുടക്കത്തിൽ കാണിക്കാറുള്ളത്. പഠനം ഒരു ഭാരമായി തോന്നുക, അമിതമായി പ്രതീക്ഷ പുലർത്തുന്ന മാതാപിതാക്കളോട് കുട്ടിക്ക് തൻ്റെ കുറവുകൾ വെളിപ്പെടുത്താനുള്ള പേടിയുണ്ടാവുക, അശ്രദ്ധമായ രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുക, ഭക്ഷണത്തിലും കളികളിലും താല്പര്യക്കുറവുണ്ടാവുക, ഇതെല്ലാം കുട്ടികളുടെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. കൂട്ടുകാരെയും വീട്ടുകാരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു ഫാമിലി തെറാപ്പികളാണ് ഈ അവസ്ഥ സങ്കീർണമാകാതിരിക്കാനും ഇല്ലായ്മ ചെയ്യാനുമായി നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓരോ സ്റ്റുഡൻസിനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രഷറല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം ചില കുട്ടികൾ അവരുടെ വേദന പറയാതെ തൻ്റെ ഉള്ളിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പാരൻസും ടീച്ചേഴ്സും മാർക്ക് മാത്രം ചോദിക്കാതെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് പഠന സമ്മർദ്ദവും കമ്പാരിസണും ലോൺലിനെസ്സും കാരണം നിരവധി വിദ്യാർത്ഥികൾ മാനസികമായി തകരുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ നോർമലായി തോന്നാം, പക്ഷേ ഉള്ളിൽ അവർ ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്നുണ്ടാവാം. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് രക്ഷിക്കാൻ ചിലപ്പോൾ ഒരു സ്നേഹവാക്ക് മതിയാകും. ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേജിൽ മെസ്സേജായിട്ടോ ഇടുവാണെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. താങ്ക് യു.